പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമീൻ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ കഴിഞ്ഞ എപ്പിസോഡ് 30-ാം വാക്യം വരെ നമ്മൾ നിർത്തി. ഇനിയും ബാക്കിയുള്ളത് നമുക്ക് തുടങ്ങുകയാണ്. 31 മുതൽ 30 പറയുന്നുണ്ട്. മറിയത്തിനെ അഭിവാദനം ചെയ്യുന്നയാൾ ദൂതൻ, ഇബ്രായേൽ ദൂതൻ അഭിവാദനം ചെയ്യുന്നതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, വിശദീകരിച്ചത്. അപ്പോൾ നമ്മൾ അത് ആ ദൂതൻ പറഞ്ഞ രീതിയിൽ വേണം നമ്മളത് എടുക്കേണ്ടുന്നത്. അതിന് പകരം നന്മ നിറഞ്ഞ മറിയുമെന്ന് പറയുന്നത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ദൈവമാണ് നന്മ നിറഞ്ഞത്. നന്മയുടെ സ്രോതസ്സ് ദൈവമാണ്. അതിൽ നിന്ന് പിന്നെ നന്മകൾ മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുകയാണ്. അത് കൃപയാണ്. അതാണ് ദൈവം. അത് അവിടെ മാതാവിന്, പരിശുദ്ധ ദൈവമാതാവിന്, കന്യാമറിയത്തിന് അത് കിട്ടിയത്. ഇനി ദൈവമാതാവെന്ന് പറഞ്ഞതിൽ വിഷമമൊന്നും ആർക്കും തോന്നണ്ട, ഇറിറ്റേഷൻ ഉണ്ടാകണ്ട. ചിലർക്കുണ്ട് അങ്ങനെ. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ബൈബിളിലുള്ളത് പറയുന്നതിന് എന്തിനാ? ഈ ബൈബിളാണ് ഞങ്ങൾ പറയുന്നത് അങ്ങ് എടുത്ത് എല്ലായിടത്തും അങ്ങ് കൊട്ടി ഘോഷിക്കുന്നവർ ബൈബിളുള്ളത് പറയുന്നത് എന്തിനാ നിഷേധിക്കുന്നേ? അതിനെന്തിനാ കുറ്റം പറയുന്നത്? അതിനെന്തിനാ ആക്ഷേപിക്കുന്നത്? കൂടുതലായിട്ട് പറഞ്ഞ്. കാരണം തങ്ങളുടെ കുറവുകൾ അതെടുത്ത് കാണിക്കുകയാണ് അങ്ങനെയുള്ളവർ ചെയ്യുന്നത്. അവരുടെ ബലമില്ലായ്മ, കുറവുകൾ, തങ്ങൾ അപകർഷതാ ബോധം. ഞാൻ നിങ്ങളെ ഈ കൂട്ടായ്മകൾ, പെന്തിക്കോസ് കൂട്ടായ്മകൾ, ഞങ്ങൾ പെന്തിക്കോസുകാരെന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ശരിയല്ല. കാരണം ആർക്കും അങ്ങനെ അവകാശപ്പെടാൻ അധികാരമില്ല, അവകാശമില്ല. ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു ജോബി ഹാൽവിൻ, വലിയൊരു പാസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ 2 പ്രാവശ്യം അത് 2-3 ബിരുദാനന്തര ബിരുദം തിയോളജി ഉൾപ്പെടെ പഠിച്ച. തിയോളജി അവർ പഠിക്കുന്നത് ഇതാണല്ലോ, വ്യാജമാണല്ലോ. വ്യാജം തേച്ച് പിടിപ്പിച്ചത് അങ്ങ് പഠിക്കുക അതിലാണ്. അതിൻ്റെ സാധാരണ എന്നാലും കുറേയൊക്കെ പഠിക്കുന്ന വിദ്യാഭ്യാസം അതിനൊക്കെ ഉള്ളവർക്ക് കുറച്ച് കുലീനത്വം വരും അവരുടെ സംസാരത്തിലും രീതിയിലുമൊക്കെ. ഇത് നൊബിലിറ്റി അതില്ല, തൊട്ട് തേച്ചിട്ടില്ല. അത് പറയുന്നതൊക്കെ കേട്ട കത്തോലിക്ക സഭയും കത്തോലിക്ക പുരോഹിതന്മാരെയും അവരെയൊക്കെ അവഹേളിക്കുന്നതും നിന്ദിക്കുന്നതും അവമാനിക്കുന്നതും ഒക്കെ കേട്ടാൽ, അയാൾ വീഡിയോയിൽ കൂടി അദ്ദേഹം ചെയ്യുന്നത് കേട്ടാൽ, അയാളെന്ന് പറയാൻ പാടില്ല, സോറി, കർത്താവ് അനുഗ്രഹിക്കണം, ക്ഷമിക്കണേ. അത് ആ സഹോദരൻ ചെയ്യുന്നത് കേട്ടാൽ എന്ത് മാത്രം വെറുപ്പും അവജ്ഞയായ അദ്ദേഹത്തോട് തോന്നത്തുള്ളൂ. ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്ക് അല്പം കുലീനത്വമെങ്കിലും ഇല്ലെങ്കിൽ, അത് കുടുംബപരമായിട്ടോ യാതൊരു ഒന്നും ഇല്ലെങ്കിലും നമ്മളത് കാണിക്കണം. നമ്മുടെ അറിവ് കൊണ്ട്, വിദ്യാഭ്യാസത്തിൻ്റെ അറിവും ജ്ഞാനവും കൊണ്ട്, വിദ്യാഭ്യാസം വഴി കിട്ടിയ അറിവും ജ്ഞാനവും വഴി അത് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, പശ്ചാത്തലത്തിൽ വന്നവരായാലും അത് ഉണ്ടാകും സാധാരണ. ഞാൻ അദ്ദേഹത്തിന് ഇല്ലെന്നല്ല, പക്ഷേ ഇതിൽ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ ആ വീഡിയോകൾ കാണുകയും സംസാരം കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ വെറും ശുഷ്കൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അത് കുറച്ചൊക്കെ ഒരു നൊബിലിറ്റി കാണിക്കണം. എന്തായാലും നിങ്ങൾ കത്തോലിക്ക സഭയിലുള്ള വിദ്വേഷവും പകയും കൊണ്ടല്ലേ നിങ്ങൾ ഇത് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത്. എന്തായാലും നിങ്ങൾ പ്രഘോഷിക്കുന്നെങ്കിലോ. അപ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. ആരായാലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നുവെങ്കിൽ അത് പകയും വിദ്വേഷവും കൊണ്ടാണ്, കത്തോലിക്ക സഭയിലുള്ള വിദ്വേഷവും മൂലമാണ് ചെയ്യുന്നതെങ്കിലും ഞങ്ങളതിൽ സന്തോഷിക്കുന്നു. പൗലോസ് ശ്ലീഹ പറഞ്ഞത് അങ്ങനെയല്ലേ? എന്തുകൊണ്ടായാലും വിദ്വേഷവും പകയും കൊണ്ട് അവർ അസൂയയും നിമിത്തം ചെയ്യുന്നു. അതിൽ ഞാൻ സന്തോഷിക്കുന്നുവെന്ന്. ഞങ്ങളെല്ലാവരും അങ്ങനെ സന്തോഷിക്കുന്നവരാണ്. കത്തോലിക്കർ നിങ്ങളെ അങ്ങനെ സന്തോഷത്തോടെ തന്നെ കാണുന്നു. പെന്തിക്കോസുകാരെന്ന് നിങ്ങൾ പറയുന്നവർ, ഞങ്ങളങ്ങനെ പറയാൻ പാടില്ല നിങ്ങളെ. കാരണം ഞങ്ങൾ സത്യം അറിഞ്ഞവരാണ്, അറിയുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത ഒരു മേന്മയൊന്നും ആർക്കും പറഞ്ഞു കെട്ടി വയ്ക്കേണ്ടുന്ന കാര്യമില്ല. നല്ല കൂട്ടായ്മകൾ, അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കൂട്ടായ്മകൾ അവർ മനസ്സിലാക്കണം. തെറ്റാണ്, തിന്മ പറഞ്ഞുകൊണ്ട് നടക്കരുത്. നിങ്ങൾ തിന്മയിലായിപ്പോയി. 250 വർഷം മുൻപ് ആരംഭിച്ചതാണ്. ഞാനത് ഓരോന്നും അവസരം വരുമ്പോൾ പറയും. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഞാൻ പലപ്പോഴും കണ്ടുകൊണ്ട്, എവിടെയെങ്കിലും അവരുടെ പിണിയാളുകളെ വിട്ടുന്നു കത്തോലിക്ക സഭയിലെ ധ്യാന ഗുരുക്കളുടെയും സുവിശേഷ പ്രഘോഷകരുടെയും വേദികളിൽ കൊടുത്ത് ഫോൺ കൊണ്ട് അവിടെ നുഴഞ്ഞു കയറി വീഡിയോ എടുത്ത് അബദ്ധ പ്രചരണം നടത്തി ഏതെങ്കിലും ഒരു വാക്ക്, അരവാക്യം
ചിലപ്പോൾ ഒരു വാക്യം മുഴുവനും അത് അവർക്ക് പറ്റുന്നതുള്ളത് വെച്ച് എടുത്ത് വെച്ച് എന്തെല്ലാം മ്ലേച്ഛതകളാണ് കാണിക്കുന്നത്. സാത്താൻ്റെ തനി പകർപ്പ്, തനി സ്വരൂപം. അദ്ദേഹം മാത്രമല്ല, വേറെ ഉണ്ട്. എന്നാലും തിരക്കല്ല. ഇപ്പോൾ അവർ സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെയും കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ടും കൂടെ പറയിക്കണം. പിന്നെ അനിൽ കൊടിത്തോട്ടത്തിനൊക്കെ ഞങ്ങളൊക്കെ വളരെ എനിക്കും വളരെ അദ്ദേഹത്തോടൊക്കെ കൊടിത്തോട്ടവും സെബാസ്റ്റ്യൻ പുന്നയ്ക്കലും ഒരു ഇച്ചിരി കുറച്ച് ആദരവൊക്കെ ഉണ്ടായിരുന്നു. കാരണം കാര്യങ്ങൾ ചിലതൊക്കെ സത്യം പറയുന്നു, മറ്റുള്ളതിനൊക്കെ ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രേരണ കൊണ്ടാണ് അത് വന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതേ ഉള്ളൂ. കാരണം ഓരോരുത്തരായിട്ട് നിർത്തി ഇങ്ങനെ ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. ഇദ്ദേഹം നിർത്തുമ്പോൾ മറ്റവരെ കൊണ്ട് തുടങ്ങിക്കും. എന്നാലും കുറച്ചൊക്കെ അല്പം ഒരു 3-4% മാന്യത പുലർത്തുന്നുണ്ട്. അതിൽ കൂടുതലൊന്നുമില്ല അത് മാന്യത. അപ്പോൾ ഞാൻ പറയുന്നത് ബൈബിൾ അടിസ്ഥാനമെന്ന് പറയുന്നൊരു ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള പ്രാർത്ഥന കത്തോലിക്കർ ചൊല്ലുന്നതിൽ നിങ്ങൾക്ക് നീറ്റലൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളെക്കൊണ്ട് കഴിയത്തില്ല. പിശാചി നിങ്ങളെക്കൊണ്ട് സമ്മതിക്കില്ല. കാരണം അവരുടെ, ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ പറയുന്നതേ ഉള്ളൂ, നിങ്ങൾ നരക കവാടങ്ങളുടെ കാവൽക്കാരായിട്ട് നിങ്ങളെ നിയോഗിച്ചിരിക്കുകയാണ്. കാരണം സ്വർഗത്തിലോട്ടാരും പോകരുത്, സ്വർഗത്തിലെ വാതിൽ നിങ്ങൾ അടച്ചു. കർത്താവ് മത്തായി 23:13 പറഞ്ഞിരിക്കുന്ന പോലെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നിങ്ങൾ അടച്ചിട്ട് അവിടെ നിന്ന് ആരെയും കയറ്റി വിടാൻ നോക്കുകയാണ്. പുറത്ത് നിന്ന് നിങ്ങൾ ആരും അങ്ങോട്ട് കയറി നിങ്ങൾ അടച്ചു കളഞ്ഞു. നിങ്ങളുടെ പ്രബോധനം കൊണ്ട് അന്നത്തെ പരിസരയിലെയും സദുക്കാരുടെയും ഒക്കെ പ്രബോധനം അങ്ങനെയായിരുന്നു, സ്ക്രൈബ്സ് നീപജ്ഞരുടെയും. അപ്പോൾ അതുപോലെയാണ് ആ റോൾ ഇന്നിപ്പം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ 250 വർഷം കൊണ്ട് ചെയ്യുന്നത്. അതിൽ അഭിമാനിക്കുന്നെന്ന് ഇപ്പോൾ സാത്താനിൽ ഞങ്ങൾ ആയതിൽ അഭിമാനിക്കുന്നെന്ന് പറഞ്ഞാൽ എന്തോ അതിൽ ഒന്നും പ്രത്യേകിച്ച് അവജ്ഞയോടെ അത് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളതിൽ മിണ്ടാത്തത് കാരണം നിങ്ങൾ പരിഗണന അർഹിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരർ എന്നുള്ള നിലയിൽ ദൈവ സൃഷ്ടികളിൽ മനുഷ്യരെല്ലാം സഹോദരങ്ങളാണ്. ആ സ്നേഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടുന്നില്ല. കാരണം മറ്റുള്ളവർക്ക് വേദന വരുന്ന വിധത്തിൽ അവഹേളനപരമായിട്ട് നിന്നയും മ്ലേച്ഛതയും പറയുന്നതിൽ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ദൈവം അത് വിലക്കിയിരിക്കുന്നു. അതുകൊണ്ടാരും പറയുന്നില്ല. കത്തോലിക്ക പുരോഹിതരാരും തിരിച്ച് മറുപടി പറയുന്നില്ല, വിശ്വാസികളും പറയുന്നില്ല. പക്ഷേ ഞാനിത് ചെയ്യുമ്പോൾ കൂട്ടത്തിൽ ഈ ആളുകൾ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം, സത്യം എന്തുവാണ്, നീതി എന്തുവാണ്, ജ്ഞാനം എന്തുവാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പിണിയാൾ അങ്ങനെ അണികൾ കുറേ പേരുള്ള ഒന്നും ഇതിനെപ്പറ്റി ഒന്നും വലിയ ജ്ഞാനമില്ലാത്തവരെയാണല്ലോ നിങ്ങൾ കൂടുതൽ കൂട്ടുന്നത്. അപ്പോൾ അവർ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്ത് അസത്യത്തിൽ തളച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരാരെങ്കിലും ഇത് കേൾക്കാൻ ഇടയായാൽ അവർ മനസ്സിലാക്കണം, ഞങ്ങൾ അസത്യത്തിലായിപ്പോയി, ഇന്നരൊക്കെ മുഖാന്തരം ആയിപ്പോയി, ഞങ്ങൾക്ക് തിരിച്ചു വരണം, സത്യത്തിലേക്ക് വരണം, സത്യത്തിൻ്റെ പാതയിലേക്ക് വരണം, സത്യത്തിൻ്റെ വഴിയിലേക്ക് വരണം എന്നവർക്ക് തോന്നണം. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കാരണം തെറ്റാന്ന് പറയണം. ഇനി ആരെയും ഒരു സമരസപ്പെട്ടിട്ട് പോകേണ്ടത് ആവശ്യമില്ലല്ലോ. കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കോംപ്രമൈസിനും ആവശ്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. മായം ചേർക്കുക, അതിൽ വെള്ളം ചേർക്കേണ്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാനുള്ളത് കട്ടൻറ്റായിട്ട് അങ്ങ് പറയുകയാണ്. അതല്ലാതെ ചെയ്യില്ല. അത് പറയണം. പറയാതിരിക്കുന്നതായ അവരുടെ പ്രീതിയൊന്നും, അങ്ങനെയുള്ളവരുടെ പ്രീതിയൊന്നും ബാധിച്ചിട്ട് കാര്യമില്ല. മനുഷ്യൻ എന്നുള്ള നിലയിൽ, സഹോദരങ്ങൾ എന്നുള്ള നിലയിൽ എല്ലാവരുടെയും വേണം. അതുപോലെ നിങ്ങളോടും എല്ലാവരുടെയും പ്രീതിയും സന്തോഷവും ഒക്കെ ഞങ്ങൾക്കും വേണം. പക്ഷേ അത് പിടിച്ചു പറിക്കാനൊന്നുമല്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദൈവം അറിഞ്ഞെല്ലാം ചെയ്യിക്കും. ദൈവം അറിയാത്തതൊന്നും വേണ്ട. അതുകൊണ്ട് സത്യം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ദൂതനോട് പറഞ്ഞു, മറിയമേ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഈ പ്രാർത്ഥനയാണ് ഞങ്ങൾ പറയുന്നത്. ഇതേ വാക്യം തന്നെ, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ ഉള്ള പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ എന്നിട്ട് ഇത് മറിയത്തിൻ്റെ തിയോർദോക്കോസ് എന്ന് പറയുന്നത് മാതാവിന് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ള കത്തോലിക്ക സഭയിൽ നിന്ന് അത് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് 1800 അന്ന് തോന്നുന്നു. അപ്പോൾ പെട്ടെന്ന് ഓർമ്മിക്കുന്നില്ല. അപ്പോൾ
1800 അപ്പോൾ അതുവരെയും കത്തോലിക്ക സഭ അത് ഔദ്യോഗികമായിട്ട് പ്രചരിപ്പിച്ചില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ആദ്യം മുതൽ ബൈബിളിൽ തന്നെ ആദ്യം ക്രിസ്തു ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗർഭസ്ഥയായിരുന്നപ്പോൾ, ക്രിസ്തുവിനെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ മാതാവ് എന്ന് തന്നെ പറയണം, അതായത് പരിശുദ്ധ കന്യാമറിയം. ആരാ പറഞ്ഞത്? എലിസബത്ത്, സ്നാപക യോഹന്നാൻ്റെ അമ്മ, മറിയത്തിൻ്റെ ഇളയമ്മ പറഞ്ഞിരുന്നു. എന്തുവാ? എൻ്റെ കർത്താവിൻ്റെ 43-ാം വാക്യം 1, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? അപ്പോൾ കർത്താവിൻ്റെ അമ്മയെന്ന് പരിശുദ്ധ കന്യാമറിയത്തെ കത്തോലിക്കരല്ല ആദ്യം പറഞ്ഞ, ആദ്യ കാലത്ത് ക്രിസ്തു ജനിക്കുന്നതിന് ഗർഭം ധരിച്ചിരിക്കുമ്പോഴേ പറഞ്ഞു. ഇതൊക്കെ എന്താ മനസ്സിലാക്കാതെ? ഇനി ഞാൻ പറയണോ? ഇത് പറഞ്ഞാൽ ഒരുപാടായിപ്പോവും. അതുകൊണ്ട് അതിനു വേണ്ടി സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ഇത് തീർക്കണമെങ്കിൽ 4-5 എപ്പിസോഡ് വേണ്ടി വരും. 1-ാം അധ്യായം 2 അതുപോലെ തന്നെ ഒരുപാട് താമസിക്കണം. കാരണം വിശദീകരിച്ച് എല്ലാവരും കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അണികൾക്ക്, അവർക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അവർ തളച്ചിട്ടിരിക്കുകയാണ് എന്നവർ മനസ്സിലാക്കണം. അതിനുവേണ്ടി പിടിയാൾ വേഷം ചെയ്യുന്ന മറ്റുള്ളവരും പ്രബോധകരും ഉപദേഷ്ടകരും ഒക്കെ അതിൽ ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കണം, അയാൾ പറ്റിപ്പോയത്. തിരിച്ചു വരണം. കർത്താവ് പറഞ്ഞ പോലെ ഒരിടയനും ഒരു തൊഴുത്തുമായിരിക്കണം. മുന്തിരിച്ചെടിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ശാഖകളെ കത്തിച്ച് കളയാൻ ഉണക്ക കമ്പുകളാണ്. അത് സാത്താൻ പെറുക്കൊണ്ടിട്ട് നരകത്തിലിട്ട് തീയിടും. അതാണ് നിങ്ങൾക്ക് പറ്റിയ. അത് ഇവിടെ ചേർന്ന് നിൽക്കാത്തവർ, ആ കമ്പുകൾക്ക് പിന്നെ പ്രയോജനമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് വെള്ളം ഇട്ട് ഇങ്ങനെ ഘോഷിച്ചുകൊണ്ട് നടക്കാം, പക്ഷേ പിന്നീടില്ല. ഒരു മൃഗം ചാകുന്നത് പോലെ. അതെങ്ങനെ ആയിരിക്കും? അത് അത്രയേ ഉള്ളൂ, അതോടെ തീർന്നു. അതല്ല വേണ്ടിയ മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും കൂടെ സൃഷ്ടിച്ചത് എന്തിനാണെന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ അധികം പറയണ്ടല്ലോ. അപ്പോൾ അവൻ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും, നീ അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. നമ്മളെ സ്നാപക യോഹന്നാനോട് പറഞ്ഞു, നീയും എന്ത് ചെയ്തു? വലിയവനെ ആയിരിക്കും. എങ്ങനെയാ? അത്യുന്നതൻ്റെ പ്രവാചകൻ ആയിരിക്കും. ഇവിടെ സ്നാപക യോഹന്നാൻ ജനന സമയത്ത് പറയുന്നുണ്ട്, നീയോ കുഞ്ഞ് 76-ാം വാക്യം, അത്യുന്നതിൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതിൻ്റെ പ്രവാചകനാണ്. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുൻപേ പോകും. അത് അവിടുത്തെ ജനത്തിന് പാപമോചനം വഴിയുള്ള രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കാനാണ്. സ്നാപയോഹന്നാനല്ല രക്ഷയെ കുറിച്ച് അറിവ് കൊടുക്കുന്നത്, വിശദീകരിച്ച് കൊടുക്കുന്നത് ആരാ? യേശുവാണ്. ഇനി സ്നാപക യോഹന്നാൻ്റെ ജനനവും ഇതായിട്ട് ഈ പറയുന്നതൊക്കെ ലൂക്കായ് ഒരു പാരലിസമായിട്ട് ചെയ്യുന്നുണ്ട്. പാരലായിട്ട് ഇങ്ങനെ വരുന്നത് എന്താണ്? നീ അത്യുന്നതൻ്റെ പ്രവാചകനായിരിക്കും. യേശുവോ അത്യുന്നതൻ്റെ പുത്രനാണ്. ഇവിടെ സഖറിയ പറയുന്നത് നീ പ്രവാചകനായിരിക്കും, അത്യുന്നതൻ്റെ പ്രവാചകനായിരിക്കും. അത്യുന്നതനാരാ? ദൈവം. യേശു ആരാ? യേശുവും ദൈവം തന്നെയാണ്, പ്രവാചകനായിരിക്കും. 1:15 യോഹന്നാൻ ദൈവം മുൻപാകെ വലിയവനാണെന്ന് പറഞ്ഞിരിക്കും, ദൈവം മുൻപാകെ. അതേ സമയത്ത് യേശു 1:32 ഇവിടെ നമ്മൾ വായിച്ചിട്ടത് അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പം അവൻ അവിടെ സ്നാപകനെ കൂട്ട് യേശുവും വലിയവനായിരിക്കും, പക്ഷേ അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ അത്യുന്നതൻ്റെ പുത്രൻ, ദൈവത്തിൻ്റെ പുത്രൻ, ദൈവപുത്രനാരാ? ദൈവം തന്നെയാണ്. അപ്പം അതിന് ഇവിടെ അടുത്തത് സിംഹാസനം, അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ്റെ പിതാവ് ഇവിടെ ദാവീദ്. യോഹന്നാൻ്റെ പിതാവിൻ്റെ കാര്യം അങ്ങനെ പറയുന്നത് സഖറിയയാണ്, ആ വംശത്തിലാണ് അത് പറയുന്നത്. പക്ഷേ അതുപോലെയല്ല, യേശുവിൻ്റെ ആ വംശമെന്ന് മാത്രമല്ല, ആ ഫാമിലിയിൽ വന്ന് പിറന്നു, ദൈവം തിരഞ്ഞെടുത്തു ആ ഫാമിലിയെ എന്ന്. അതാണ്
അല്ലാതെ അപ്പോൾ അല്ലാതെ വേറൊരാളല്ല. അപ്പോൾ ഈ സ്നാപക യോഹന്നാനേക്കാളും വലിയവനാണ്, അതിന് മുൻപേ ഉള്ളവനാണ്, ദാവീദിൻ്റെ പുത്രനാണ്. അതുകൊണ്ടാണ് അതിനും വലിയവനായതിനാണ് ദാവീദിൻ്റെ സിംഹാസനം കർത്താവ് അവന് കൊടുക്കും. ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ആർക്കാ? യേശുവിന്. അപ്പോൾ ഈ സ്നാപകനെ പോലുള്ളതല്ല, ഒരു പാരലസം പോലാണ്. സ്നാപകൻ അത്യുന്നതൻ്റെ പ്രവാചകൻ ദൈവത്തിൻ്റെ, ഇത് അത്യുന്നതൻ്റെ പുത്രൻ. അവൻ്റെ സിംഹാസനം കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? അവൻ ദാവീദിൻ്റെ ആയതുകൊണ്ടാണ്. അത് ദൈവത്തിൻ്റെ പുത്രനാണ്. അതുകൊണ്ട് ദൈവം തന്നെയാണ്. സ്നാപകന് മുൻപേ ഉള്ളവനാണ് കർത്താവ്, അത് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏലിയായ്ക്ക് മുൻപേ ഞാനുണ്ട്, മോശയ്ക്ക് മുൻപേ ഞാനുണ്ട്. എപ്പോഴെന്ന് പറയുമ്പോൾ അവർക്ക് അതിലൂടെ യഹൂദർക്ക് ഇടർച്ച വരുന്നു, കാരണം കാര്യം ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെയാണ് ഇവിടെ പറയുന്നത്, ഈ യോഹന്നാൻ ദൈവം മുൻപാകെ വലിയവനാണ്, ദൈവത്തിൻ്റെ തന്നെ വലിയവനായിരിക്കും. ആരാ? യേശു. ദൈവത്തിൻ്റെ തന്നെ വലിയവനായിരിക്കും, ദൈവം തന്നെയായിരിക്കും. ഇത് സ്നാപകൻ യേശുവിൻ്റെ മുൻപേ പോകേണ്ടുന്നവനാണ്, വഴി ഒരുക്കാൻ പോകേണ്ടുന്നവനാണ്. യേശു ആകട്ടെ കർത്താവ് തന്നെയാണ്, രക്ഷകൻ. അതായത് കർത്താവാണ്, യേശുവാണ് രക്ഷകൻ, രക്ഷ പ്രദാനം ചെയ്യുന്നത്. അതാരാ? ദൈവത്തിൻ്റെ സ്വഭാവമാണ്, ദൈവത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ്. നിക്ഷിപ്തമല്ല, ദൈവം അത് അവിടെ തന്നെ ഉറവിടം, സോഴ്സ്. അപ്പോൾ അത് ചെയ്യേണ്ടുന്നത് യേശു തന്നെയാണ്. അതാണ് ദൈവത്തിൻ്റെ ബഹുമുഖമായ വിശേഷതകൾ ഒന്നാണ്, ഗുണങ്ങളിൽ ഒന്നാണ് കൃപ. മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുക, കൃപ കൊടുക്കുക എന്നുള്ളത്, രക്ഷ പ്രദാനം ചെയ്യുക എന്നുള്ളത്, അത് യേശു വഴിയാണ്. യേശു വഴി അവിടുന്ന് ഒരുക്കുന്നു. അപ്പോൾ 2-ാം അധ്യായം 11 ഈ വാക്യം പറയുന്നുണ്ട്, ആട്ടിടയരോട്, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, പ്രവാചകനല്ല, ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു. കർത്താവായ ക്രിസ്തു. ആരാ? കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു, ഇന്ന് ജനിച്ചിരിക്കുന്നു. ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വലിയ ലോകത്തിന് മുഴുവൻ, സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയായിട്ടാണ് ഇടയർക്കിത് ലൂക്ക അവതരിപ്പിക്കുന്നത്. അപ്പോൾ ലൂക്ക മറ്റുള്ളവരിൽ നിന്നും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ ആവിർഭാവം. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും ആദ്യമായിട്ടിത് പ്രഖ്യാപിച്ചത് ലൂക്ക തന്നെയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് യേശുവിൻ്റെ ലോകത്തിൻ്റെ ചരിത്രം, ലോകത്തിൻ്റെ വലിയ ചരിത്രം, പിന്നെ ലോകത്തിൻ്റെ രക്ഷയുടെ ചരിത്രം, പലസ്തീനായുടെ ചരിത്രം, എല്ലാ ഭൂമിശാസ്ത്രപരമായിട്ടും കാലങ്ങളുടെ ഗണന സംബന്ധമായിട്ടുമുള്ള ഒരു ചരിത്രമായിട്ടാണ് യേശുവിനെ അവിടെ കേന്ദ്ര ബിന്ദുവായിട്ട് അവതരിപ്പിക്കുകയാണ് ലൂക്ക ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ലൂക്ക ഇവിടെ പറയാതെ പറയുകയാണ് 32 33 അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. രാജ്യത്തിന് അവസാനം ഉണ്ടാകാത്ത ദൈവത്തിൻ്റെ കാര്യത്തിലാണ് അവൻ്റെ ഭരണം അവൻ നടത്തും. സിംഹാസനം എവിടാണ്? ദാവീദിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞപ്പോൾ ദൈവരാജ്യത്തിൻ്റെയാണ്. ആ സിംഹാസനം എവിടാണ്? അവരെ യഹൂദർ പ്രതീക്ഷിച്ചിരുന്ന ഭൂമിയിൽ തന്നെയാണ്. എതിരാളികളെല്ലാം അടിച്ചമർത്തിയിട്ട് തങ്ങളെയായിട്ട് ദാവീദിൻ്റെ അന്നത്തെ കൂട്ടുള്ള ഒരു സാമ്രാജ്യം, വിപുലമായ സാമ്രാജ്യം, ഭൂമി മുഴുവനും നിറയുന്ന ഒരു സാമ്രാജ്യം രക്ഷകൻ യേശു മിശിഹ സ്ഥാപിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ലൂക്ക പറയാതെ പറയുന്നുണ്ട്, അവൻ ദൈവമാണെന്നുള്ളത് പറയാതെ തന്നെ പറയുകയാണ്. സിംഹാസനം അവന് കൊടുക്കും, യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ ഭരണം നടത്തുക, അവന് അധികാരം നടത്തുക അവനായിരിക്കും. യാക്കോബിൻ്റെ ഭവനം എന്ന് പറയുമ്പോൾ ദൈവജനതയാണ്, അത് ദൈവത്തിൻ്റെ ജനതകളുടെ ഹൃദയത്തിലാണ്, മനുഷ്യരുടെ ഹൃദയത്തിലാണ്. അതുകൊണ്ട് അതിന് അവസാനം
ഉണ്ടാകുകയില്ല, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതാണ്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ സ്ഥാപിതമാകുന്ന ദൈവരാജ്യത്തിന് അവസാനമില്ല. ഇന്ന് ഞാൻ അടുത്ത് വരുന്നവരുടെ തലമുറകളിൽ, അതുപോലെ നമ്മുടെ എല്ലാവരുടെയും തലമുറകളിൽ അടുത്ത് ദൈവരാജ്യം സ്ഥാപിതമായിരിക്കുന്നു. നമ്മൾ ഈ ലോകത്തു നിന്ന് വേർപെട്ടാലും നമ്മൾ ദൈവരാജ്യത്തിൽ നമ്മളുണ്ട്, അവിടെയുണ്ട്. രാജ്യത്തിന്, അതുപോലെ ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് അവസാനമില്ല. ദൈവരാജ്യത്തിന് എല്ലാ മനുഷ്യരിലും കൊണ്ട് ഇങ്ങനെ തുടർന്നുകൊണ്ട് വരികയാണ്. ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ട്, അതിന് അവസാനമില്ല. അപ്പോൾ യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല, എന്നേക്കുമുള്ള ഭരണം നടത്തും. അതാണ് ദൈവം ആണെന്ന് ലൂക്ക പറയാതെ തന്നെ പറയുകയാണ്. അവൻ ദൈവം തന്നെയാണല്ലോ. ഈ സ്നാപകൻ അതേസമയം ദൈവത്തിൻ്റെ പ്രവാചകനാണ്. വഴി ഒരുക്കുന്നതിന് വേണ്ടി വന്നതാണ്. ജനതകളെ കർത്താവ് വരുമ്പോഴത്തേക്ക്, യേശു വരുമ്പോഴത്തേക്ക് ഒരുക്കി അവന് വേണ്ടി സമർപ്പിക്കാൻ വേണ്ടിയാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കി സമർപ്പിക്കാൻ വേണ്ടിയാണ് യോഹന്നാനെ അയച്ചത്. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? നമുക്ക് അതൊരു വലിയ ഒരു ചോദ്യമാണ്. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയത്തിന് ഈ നമ്മളെ സഖറിയ ചോദിച്ചപ്പോൾ അയാൾക്ക് ഒരു ശിക്ഷ എന്ന പോലെയുള്ള ഒരു അടയാളം കൊടുത്തു. കാരണം നീ ഇതെല്ലാം പഠിച്ച് അറിഞ്ഞിരിക്കേണ്ടുന്ന ആൾ, മറ്റുള്ളവരും പറഞ്ഞു കൊടുക്കുന്ന ആൾ, പുരോഹിത സ്ഥാനത്തുള്ള ആൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. കാരണം ചരിത്രങ്ങളൊക്കെ അറിയാം, റാഹേലിൻ്റെയും അവരുടെയൊക്കെ ചരിത്രം ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞെന്ന് തോന്നുന്നു, സാംസൻ്റെ ഒക്കെ ചരിത്രം. അപ്പോൾ ഇതൊക്കെ ദൈവത്തിന് സാധ്യമാണെന്നുള്ളത് അറിയുന്നില്ല. അതേസമയം മറിയത്തിന് ആ ഒരു അറിവിൻ്റെ പ്രായമായിട്ടില്ല. അതുകൊണ്ട് ആണ് മറിയത്തിനെ ശിക്ഷിക്കാത്തത്, മറിയത്തിനൊരു ഇതൊന്നും കൊടുക്കാത്ത. പകരം മറിയത്തെ ഒന്നും കൂടെ പ്രകീർത്തിച്ച്, ഒന്നും കൂടെ അത്യുന്നതമായിട്ട് ഉയർത്തി അവിടെ പറയുകയാണ്. ഇത് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞ് കുറച്ചുകൂടെ വിശദീകരണം കൊടുക്കുകയാണ്. ഡീറ്റെയിലായിട്ട് കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആ ഭാഗം. സഖറിയയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമില്ലായിരുന്നു. അവിശ്വസിച്ചത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മറിയത്തിന് അങ്ങനെയുള്ളൊരു ഇല്ല. പുരുഷനെ അറിയുന്നില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ലൈംഗിക ബന്ധമായിട്ട്, ശാരീരിക ബന്ധമായിട്ട് ഒരു പുരുഷനുമായിട്ട് ഉണ്ടാകുന്നില്ല, ഇപ്പോഴെങ്ങും ഉണ്ടാകാൻ വഴിയില്ല, അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞത്. ദൂതൻ മറുപടി ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. കണ്ടോ, ആ ദൈവമെന്ന് ഉള്ളത് തന്നെ പറഞ്ഞു വയ്ക്കുകയാണ്, ദൈവമാണ് എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. ഇവിടെ ലൂക്കയുടെ ഈ രചനകൾ, രണ്ട് രചനകളുടെ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും വരുന്നത് പരിശുദ്ധാത്മാവാണ് സകലതും തീരുമാനിക്കുന്നത്, നയിക്കുന്നത്, നടത്തുന്നത്. ദൈവ തീരുമാനമനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവാണ് ഇതെല്ലാം നയിക്കുന്നത്. അതിനുള്ള പ്രത്യേക റോള് പരിശുദ്ധാത്മാവിനാണ്. എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രധാന റോള് ലൂക്ക കൊടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അപ്പോൾ മറിയത്തിനൊരു ഉറപ്പ് കൊടുക്കുകയാണ്, നിൻ്റെ മേൽ വരും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതിന് പുരുഷൻ വേണമെന്നില്ല, പുരുഷൻ്റെ ഇച്ഛയിലുണ്ടായതല്ല, ശരീരവേഴ്ചയിലുണ്ടാകുന്നതല്ല യേശു എന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആവസിച്ചതാണ്. എന്താ ഞാൻ പറയുമ്പോൾ മറ്റുള്ള അവരുടെയൊക്കെ ചില കന്യാമറിയത്തിനെ അധിക്ഷേപിച്ച് പറയുന്ന നിങ്ങൾക്ക് ഇതിനെന്താണ് മറുപടി പറയാനുള്ളത്? ദൈവം തന്നെയാണ് ആവശ്യം, ദൈവത്തിൻ്റെ ആവാസമാണ് അതിലുള്ളത്. വേറെ അശുദ്ധമായിട്ടുള്ളതൊന്നും ഇല്ല, അവിടെ ഉണ്ടാകുകയില്ല. പിന്നെന്താ കന്യാമറിയത്തിൽ എന്താ അശുദ്ധി? സാധാരണ മനുഷ്യ സ്ത്രീ ആകുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ യോഹന്നാനുമൊക്കെ അവരുമായിട്ടൊക്കെ മനുഷ്യ വേഴ്ചയിലാണ് ഉണ്ടായത്. ദൈവത്തിൻ്റെ ശക്തി അവിടെ ഉണ്ടായിരുന്നു, അത് വാസ്തവം എന്നേ ഉള്ളൂ. ഇതങ്ങനല്ല, ശരീര വേഴ്ച ഇല്ലാതെ തന്നെ പരിശുദ്ധാത്മാവ് മറിയത്തിൽ ആവസിച്ചു. അത്യുന്നതൻ നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അങ്ങനെയാണ് ശിശു ജനിക്കാൻ പോകുന്നത്, ശിശുക്ക് നീ ഗർഭിണിയാകാൻ പോകുന്ന ഗർഭസ്ഥന ശിശു ഉണ്ടാകുന്നത്. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധനാണ്, ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്.
ദൈവത്തിൻ്റെ പുത്രൻ ദൈവം തന്നെയാണ്. അതൊക്കെ യഹൂദ ജനത്തിന് നേരത്തെ അവർക്കറിയാവുന്നത്. കാരണം അവർ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ അത് പറയുന്നില്ല. കാരണം അവർക്ക് അത് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആ ദൈവപുത്രൻ അപ്പോൾ വിഷുവാകുന്ന ഒരു കന്യാമറിയത്തിന് ഉദരത്തിൽ വരണമെങ്കിൽ കന്യാമാതാവ് അതുപോലെ തന്നെ പരിശുദ്ധയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അമലോദ്ഭവ എന്നൊക്കെ പറയുമ്പോൾ ഇവരിപ്പോൾ ആക്ഷേപിക്കുന്നുണ്ട്. അതും കൂടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൂടെ അങ്ങ് പറയുകയാണ്. അതിൻ്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് സ്വർഗം വേർതിരിച്ച് എടുത്ത് മനുഷ്യ സൃഷ്ടികളിൽ നിന്നും വേർതിരിച്ചെടുത്തെയാണ് കന്യാമറിയത്തിന് ഈ യോഗ്യത കൊടുത്തത്, സ്വർഗത്തിൻ്റെ ആയിട്ടുള്ള യോഗ്യത കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഈ വേറെ ഒന്നുണ്ട് സ്വസ്തി എന്ന് പറഞ്ഞത്. ദൈവം, ഞാൻ അതും കൂടെ പറഞ്ഞേക്കാം. സ്വസ്തി എന്ന് പറഞ്ഞത് സമാധാനം എന്ന് പറയാതെ, ശലോം എന്ന് പറയാതെ, മറ്റുള്ളവരോട് പറയുന്നത് പോലെ പറയാതെ കന്യാമറിയത്തിനോട് പറഞ്ഞത് സ്വർഗത്തിൻ്റെ പ്രത്യേകം ഒരു അപ്ഗ്രേഡ് ചെയ്തു കൊടുത്തതാണ്. മറിയത്തെ അപ്ഗ്രേഡ് ചെയ്തു. സ്വർഗത്തിലെ ഏറ്റവും വിശിഷ്ട വ്യക്തിയായിട്ട് അപ്ഗ്രേഡ് ചെയ്തു കൊടുത്തു. അവരോടാണ് സ്വസ്തിയാണ് ഉദ്ദേശിക്കുന്നത്, സമാധാനമല്ല. അവിടെ സമാധാനമൊന്നും പറയേണ്ടത് ആവശ്യമില്ല. ഇനി സംശയമുള്ളവർ മത്തായിയുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട് ഈ സ്വസ്തി. വേറെ ഒരു ജനതകളോടും ഒരു ജനങ്ങളോടും ഒരു ശിഷ്യരോടും ആരോടും പറയുന്നില്ല. കർത്താവിനോടാരും സമാധാനം പറയേണ്ടതിന് ആവശ്യമില്ല. മത്തായി അവിടെ പറയുന്നത് സ്വസ്തിയാണ്. എവിടെയാണ്? 24-ാം അധ്യായത്തിൽ അവിടെ യൂദാസ് വന്ന് ഒറ്റിക്കൊടുക്കുമ്പോൾ, ചുംബിക്കുമ്പോൾ പറയുന്നതാണ് ഗുരുവേ സ്വസ്തി എന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ടാണ് മത്തായി അവിടെ സമാധാനം പറയാത്ത? ബാക്കിയുള്ളവരുടെയൊക്കെ കർത്താവ് ഇടപെടുമ്പോൾ തന്നെ, അവർക്ക് പ്രത്യക്ഷയാകുമ്പോൾ തന്നെ, ദൂതൻ പ്രത്യക്ഷയാകുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? സമാധാനമാണ്, നിങ്ങൾക്ക് സമാധാനം എന്നാണ് പറയുന്നത്. അപ്പം അതേ സ്വസ്തി തന്നെയാണ്. അപ്പം യേശുവിനോട് സമാധാനം പറയാൻ പറ്റത്തില്ല. യേശുവിനോട് നമ്മൾ സമാധാനമെന്ന് പറയുമോ? മറിയത്തോട് സമാധാനമെന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന കത്തോലിക്കരൊന്ന് മനസ്സിലാക്കണം. നമ്മളത് പറയുന്ന തെറ്റാണെന്നും കൂടെ മനസ്സിലാക്കണം. സമാധാനമല്ല അവിടെ സ്വസ്തി എന്നുള്ള പ്രത്യേക ഒരു തരം അഭിവാദ്യമാണ്. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നു. 29 പറയുന്നുണ്ടല്ലോ, മറ്റേ ശാലോം എന്ന് പറഞ്ഞാൽ മറിയമ്മിന് അറിയാം. ദൈവാലയത്തിൽ വളർന്ന് അവിടെ പഠിച്ചതാണ് ആ ശൈശവകാലം, കുട്ടിക്കാലം, 14 വയസ്സ് വരെയും. അപ്പോൾ ആ മറിയത്തിന് ഈ ശാലോമിൻ്റെ അർത്ഥം അറിയാം. അപ്പോൾ ഈ സ്വസ്തി എന്നാരും അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല. അത് മനുഷ്യരോട് പറയുന്നതല്ല സ്വസ്തി. ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ട് സ്വർഗത്തിൻ്റെ പ്രത്യേകമായ അധികാരം ലഭിച്ച അധികാരം ലഭിച്ച ആളുകളോട് മാത്രമേ പറ്റുള്ളൂ. അത് യേശു അങ്ങനെയായിരുന്നു, ദൈവം തന്നെയായിരുന്നു. അതുകൊണ്ട് ദൈവത്തോട് അതായിരുന്നു സ്വസ്തി എന്നാണ് പറഞ്ഞത്. മത്തായി യൂദാസ് അങ്ങനെ പറഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്. തെറ്റല്ലല്ലോ. അതെന്തിനാ പിന്നെ മാറ്റി നമ്മൾ പറയുന്നത്? മറിയത്തോടും പറഞ്ഞിട്ട് വേറെ ഒരിടത്ത് ലൂക്കായും ഈ സ്വസ്തി ഉപയോഗിച്ചിട്ടില്ല. ഇവിടെ തന്നെയാണ് മാത്രമാണ് സമാധാനമെന്നാണ് ബാക്കിയുള്ള എല്ലാവരോടും പറയുന്നത്. അതും കൂടെ ഞാൻ ഒന്നും കൂടെ ഇതിന് മുൻപ് ഞാൻ വീഡിയോ പ്രത്യേകമായിട്ട് അതിന് ചെയ്തിട്ടുണ്ട്. അതൊന്നും കൂടെ നമ്മൾ കത്തോലിക്കർ, നമ്മുടെ ശ്രേഷ്ഠരാജീവന്തിയ പിതാക്കന്മാരും വൈദികരും ഒക്കെ നമ്മൾ എല്ലാവരും അതൊന്ന് മനസ്സിലാക്കിയിരിക്കണം. വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം. അത് സ്വർഗത്തിൻ്റെ അപ്ഗ്രേഡ് ചെയ്തവർക്കാണ് സ്വസ്തി എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ക്രിസ്തു അതുപോലെ ആയിരുന്നല്ലോ യേശു. അതുകൊണ്ടാണ് യേശുവിനെ സ്വസ്തി എന്ന് പറഞ്ഞ് അഭിവാദ്യം ചെയ്തത്, അവനെ ചുംബിച്ചത്. എന്നിട്ട് ഇതിവിടെ അടയാളം കൊടുക്കുന്ന ഒന്നും കൂടെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. 36-ാം വാക്യത്തിൽ അവർക്കൊരു അടയാളം കൊടുക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ള ഒന്നും കൂടെ വിശദീകരിച്ച് കൊടുക്കുക ദൂതൻ. കാരണം മറിയത്തിനുള്ള കുറച്ച് കുട്ടിയാണ്, അവൾക്ക് വിശദീകരിച്ച് കൊടുക്കേണ്ടതിന് ആവശ്യമുണ്ട്. മറ്റ് ബന്ധങ്ങൾ, പുരുഷ ബന്ധങ്ങൾ, മറ്റ് ബന്ധങ്ങളൊന്നും ഇല്ലാത്തവരാണ്, ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ വരണ്ടുന്ന ആളുമല്ല. അതുകൊണ്ട് വിശദീകരിച്ച് കൊടുക്കുകയാണ്.
എന്തുവാ ഇത് മറിയ ഇതാ നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. അത് സാധ്യതയില്ലാത്ത ഒരു ഗർഭധാരണ സാധ്യമല്ലാത്ത അവസ്ഥയിലാണ് സക്കറിയായും എലിസബത്തും അവളാണ് ഗർഭം ധരിച്ചിരിക്കുന്നത്. ദൈവത്തിന് കഴിയാത്തത് യാതൊന്നുമില്ല എന്ന് മറിയത്തിന് ഒന്നും കൂടെ വിശദീകരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ മറിയം പറഞ്ഞു അതിനുള്ള മറുപടി. മറിയം പറയും ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കൺഫേം ചെയ്യുന്നതിന് മറിയത്തിന്, അതായത് ഒരു സ്ഥിരീകരിക്കുന്നതിന് കർത്താവിൻ്റെ ശക്തി, അതിലാണ് എലിസബത്തിൻ്റെയും സഖറിയായുടെയും കാര്യം എടുത്തിട്ട് മറിയത്തോട് പറഞ്ഞ് നിൻ്റെ ചാർച്ചക്കാരി ഇളയമ്മ ഗർഭവതിയായിരിക്കുന്നു, അവർക്ക് പുത്രരുണ്ടാകുകയില്ല, സന്താനങ്ങളുണ്ടാകുകയില്ലെന്ന് അറിയാമല്ലോ. ആ അവസ്ഥയിലായതാണല്ലോ. എന്നിട്ടും ഉണ്ടായ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് കേട്ടപ്പോൾ മറിയം പറഞ്ഞു നിൻ്റെ ദാസി എന്നാണ്. എന്താണ് നിൻ്റെ ദാസി എന്ന് പറയുന്ന? അന്നത്തെ കാലത്ത് ഒരു ദാസി അല്ലെങ്കിൽ ദാസന് യഹൂദരുടെ കാലത്ത് അവരോട് എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, ഏത് രീതിയിലും അവരോട് പെരുമാറാം, അതിലൊരു തെറ്റുമില്ല. അതാണ് അന്നത്തെ കണ്ടീഷൻ, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി. അത് പൊതുവെ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ മറിയം ആരുടെ ദാസിയാ? കർത്താവിൻ്റെ ദാസി. കർത്താവിന് എൻ്റെ മേൽ ഇഷ്ടം പോലെ എന്ത് വേണേലും സംഭവിക്കട്ടെ, എന്തുമേലും ചെയ്യാം, എന്തുമേലും പ്രവർത്തിക്കാം, ഞാൻ അതിന് മുഴുവനായിട്ട് കർത്താവിന് കീഴ്പ്പെടുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസിയാണ്. മറ്റുള്ളവരുടെ ദാസിയായിരുന്നാൽ അവരുടെ മേൽ അവർക്ക് പരിപൂർണമായ അധികാരം എല്ലാത്തിനും ഉണ്ടായ യജമാനന് അല്ലെ യജമാനത്തിക്ക്. നമുക്ക് അബ്രഹാമിൻ്റെയും ഹാഗാറിൻ്റെയും സാറായുടെയൊക്കെ കാര്യത്തിൽ നമ്മൾക്ക് അറിയാമല്ലോ. ആ ദാസിമാരുടെ മേൽ അവർക്ക് എല്ലാത്തിനും അധികാരമുണ്ട്. അവരാവശ്യപ്പെട്ടാൽ അവരുടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം, സന്നദ്ധരാകണം. ഇവിടെ മറിയം കർത്താവിൻ്റെ ദാസിയായിട്ട്, അതുകൊണ്ടാണ് ദാസി എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് നമ്മൾ ചിന്തിക്കുക, എന്തിനാണ് ദാസി എന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ അതിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം, ദാസി എന്നുള്ള വാക്ക്, പിന്നെ അവിടെ ദാസിയാണ്, സർവൻ്റാണ്. അപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, ചെയ്തോളൂ, ആയിക്കോട്ടെ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ആവസിക്കുന്നു. ഞാൻ ദൈവപുത്രന് ജന്മം കൊടുക്കാൻ ഞാൻ സന്നദ്ധയാണ് എന്ന് അറിയിക്കുകയാണ്. ഇതിനെ പ്രകീർത്തിക്കാതെ പിന്നെ എന്തിനെയാണ് പ്രകീർത്തിക്കുന്നത്? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ കന്യാമറിയത്തെ അധിക്ഷേപിക്കുമ്പോൾ, ഞങ്ങൾ ആ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങൾ അധിക്ഷേപിക്കുമ്പോൾ ഇതിൽ എന്താണ് അതിൽ നിങ്ങൾക്ക് തെറ്റായിട്ടുള്ളത്? വിഡ്ഢിത്തങ്ങളല്ലേ നിങ്ങളുടെ വായിൽ നിന്നും നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഉള്ളത്? ഞാൻ പറഞ്ഞത് മതി, സാധാരണക്കാർക്ക് മനസ്സിലാക്കാനാണെങ്കിൽ. അപ്പോൾ എൻ്റെ സമയം അതിനു വേണ്ടി പാഴാക്കുന്നില്ല. കാരണം ഇതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് നിങ്ങളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യട്ടുന്നത്. പക്ഷേ ഞാനിത് പഠിപ്പിക്കേണ്ടത് ഈ ഭാഗങ്ങൾ വന്നപ്പോൾ അത് പറഞ്ഞു. ഈ ഇടയ്ക്കാണ് ഞാൻ 1-2 വീഡിയോകൾ കണ്ടത് ഈ ജോബി ആൽവിൻ്റെ. നേരത്തെയുള്ള 1 വർഷത്തിന് മുൻപൊക്കെയുള്ളതാണ്. ഇപ്പോൾ സെബാസ്റ്റ്യൻ പുന്നയ്ക്കലിനെ കൊണ്ടും പറയിച്ചിരിക്കുന്ന ഓരോരുത്തരെ പുരോഹിതരെയൊക്കെ അവർ പറയുന്നതൊക്കെ ഒരു നാണം കെട്ട പൗരുഷമില്ലാത്ത ജോലിയാണ്. വല്ലവരെയൊക്കെ ഇതിൻ്റെ ഇതും കൊടുത്ത്, ക്യാമറയും കൊടുത്ത്, അല്ലെങ്കിൽ ഫോൺ കൊടുത്ത് അവിടെ വിട്ട് വീഡിയോ എടുപ്പിക്കാൻ നുഴഞ്ഞ് കയറി വീഡിയോ എടുപ്പിക്കുക, അതിട്ട് കളിക്കുക എന്നുള്ളത്. അതിൻ്റെ തനി തൊഴിൽ പോട്ടെ, സാരമില്ല, ദൈവം നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടെ നിർത്താം.
38-ാമത്തെ വാക്യത്തോടുകൂടി നമുക്ക് ഉപസംഹരിക്കാം. ഇനി 39 മുതലുള്ളത് എലിസബത്ത് മറിയത്തെ സ്തുതിക്കുന്നതുകൊണ്ട് മറിയത്തിൻ്റെ സ്തോത്രഗീതമുണ്ട്. അത് അടുത്ത എപ്പിസോഡായിട്ട് അത് നമുക്ക് ചെയ്യാം. കാരണം വിശദീകരിച്ച് തരേണ്ടുന്ന ആവശ്യമുണ്ട് കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അത് അടുത്ത ഒരു എപ്പിസോഡായിട്ട് അത് ചെയ്യാം. നമ്മൾ ഈ വീഡിയോ കാണുന്നവരും കേൾക്കുന്നവരും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അത് നിങ്ങൾ ഷെയർ ചെയ്യണം. അയച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യണം. പിന്നെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യാൻ മറക്കരുത്. അത് ചെയ്യണം. വിശദമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് മനസ്സിരുത്തി അത് ഇരുന്ന് പഠിക്കണം, മനസ്സിലാക്കണം. ഓരോ വാക്കുകളെയും ഓരോ കാര്യങ്ങളുടെയും വാക്യങ്ങളുടെയൊക്കെ ആന്തരികാർത്ഥം മനസ്സിലാക്കി നിങ്ങൾ പഠിച്ചിരുന്നാൽ ഇങ്ങനെയൊക്കെയുള്ള ചില വ്യാജ പ്രവാചകരോടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അവർ വന്ന് പറയുമ്പോൾ. അതിനുവേണ്ടി ഒക്കെയാണ് എൻ്റെ ഈ ഉദ്ദേശം. അതൊക്കെയാണ് അവരിന്നിപ്പല്ലോ എല്ലാവരും ഇങ്ങനെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളൊക്കെ സാത്താൻ്റെ അവസാന കാലമാകുമ്പോൾ അവൻ ഇങ്ങനെ അലറിക്കൊണ്ട് നടക്കുമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അലറിക്കൊണ്ട് നടക്കുക, ആരെ വീഴ്ത്തണം, എങ്ങനെ വീഴ്ത്തണം എന്നൊക്കെ ഉള്ളത്. ആ രീതിയിലാണ് ഇന്നവരുടെ നടത്തുക. അതവർ മനസ്സിലാക്കണം. നിങ്ങൾ മറ്റുള്ളവർ അവരും മനസ്സിലാക്കണം. നിങ്ങളും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിനുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. കേട്ടതും കേൾക്കുന്നതും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കത് തറയ്ക്കട്ടെ. അതിനുള്ള കൃപ ദൈവത്തിൽ നിന്ന് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള കൃപയും ജ്ഞാനവും എല്ലാം നിങ്ങൾക്ക് കർത്താവ് പരിശുദ്ധാത്മാവിൽ നിന്ന് കർത്താവ് പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധാത്മാവിലൂടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം, സ്തുതി, അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ കർത്താവേ, അവിടുത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, വന്ദിക്കുന്നു. കർത്താവേ, ഇതിലെ കേൾക്കുന്നവരും എല്ലാവരും അറിയുന്നവരും ഒക്കെ കാണുന്നവരും ഒക്കെ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുത്ത് ആ സുവിശേഷം പ്രചരണം എല്ലായിടത്തും നടക്കട്ടെ, എല്ലായിടത്തും അത് പ്രചരിക്കട്ടെ, അവർ ഫ്ലറിഷ് ആകട്ടെ, ചെയ്യട്ടെ എന്ന് അത് കർത്താവേ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണേ. അതുപോലെ ഞങ്ങളുടെ രോഗികളെയും വേദനിക്കുന്നവരെയും പ്രയാസങ്ങളും ദുരിതങ്ങളും ഉള്ളവരെയും ആവശ്യങ്ങളൊക്കെ ഉള്ളവരെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആവശ്യപ്പെട്ടിട്ടുള്ളവരുടെ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗങ്ങളെല്ലാം അവർക്ക് വേദനകളും എല്ലാം സൗഖ്യപ്പെടുകയും അശാന്തികളൊക്കെ മാറി അവർക്ക് ശാന്തി ഉണ്ടാകുകയും സമാധാനവും സന്തോഷവും ഉണ്ടാകുകയും അവരുടെ ഭവനങ്ങളിലും എല്ലാം സമാധാനം നിറഞ്ഞു നിൽക്കുന്നതിനും പരിശുദ്ധാത്മാവ് നിറയുന്നതിനും വേണ്ടിയ കർത്താവെ അവിടുത്തെ മുൻപിൽ ഞങ്ങൾ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതുപോലെ തന്നെ മറ്റാവശ്യങ്ങളിലും എല്ലാം ഞങ്ങൾ കാഴ്ചവെക്കുന്ന രോഗികളുടെ ആ രോഗഭാഗങ്ങളെല്ലാം തന്നെ അവിടുത്തെ മഹത്വം ഇറങ്ങിയിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ആ ഭാഗങ്ങളെല്ലാം ഉണ്ടായി അവിടുന്ന് പൂർണ്ണമായിട്ട് അവരെല്ലാം സുഖപ്പെട്ട് കർത്താവിലേക്ക് ഒട്ടിച്ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളെല്ലാം സമർപ്പിക്കുന്നു. പിതാവേ, ഇതെല്ലാം നടന്നതിനാൽ അവിടത്തേക്ക് സ്തോത്രവും പുകഴ്ചയും മഹത്വവും ഞങ്ങൾ കരേറ്റുന്നു. ആമീൻ. അവിടുത്തെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.